ഇന്നത്തെ നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്കുള്ള വീഡിയോയിൽ എല്ലാവർക്കും ആദ്യമേ സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ റിലേറ്റീവിൻ്റെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയാമൂലയാണ്, പയ്യാമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ അയാൻ മോനും നിവാൻ മോനും അവരുടെയൊക്കെ ഏച്ചിയായ അനുഷ്കയും കൂടിയിട്ട് നമ്മളൊന്ന് ബീച്ചിലേക്ക് പോകാൻ പോയെന്ന്. നമ്മൾ ആ റിലേറ്റീവിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നടന്ന് പോയാൽ ആ ബീച്ചിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി പോയെന്ന്. അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചിലെത്തും. അപ്പോൾ പിള്ളേരൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഒരു നടത്തമൊക്കെ ആവാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. കുറേ സമയം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ഒരു വെയിലൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെയും കൂട്ടി. ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് കടൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേഗം തന്നെ കൂട്ടിയിട്ട് വന്നേ കേട്ടോ. ഉച്ചയ്ക്ക് ഒക്കെ പോകുമ്പോൾ നല്ല വെയിലായിരിക്കും, അതുകൊണ്ടാണ് വൈകുന്നേരം ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ആ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മുടെ കടലിലേക്ക് എത്തി കേട്ടോ. കടലിലെ വെള്ളം ഏകദേശം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വരെ നല്ല തിരയടിച്ച് കയറുന്നായിരുന്നു. അപ്പോൾ പണ്ടല്ല, ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ നല്ല മഴയായ സമയത്ത് ഇവിടെയെല്ലാം നല്ല ആ കല്ല് വെച്ച ആ സ്ഥലത്തൊക്കെ നല്ല പോലെ വെള്ളം കയറിയതായിരുന്നു. ഒരു തോണിയുണ്ട് അവർ ഇരുന്ന സൈഡിൽ, അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ നിവാൻ മോനും അയാൻ മോനും അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പക്ഷേ ഇറക്കിയില്ല കേട്ടോ. ഒരു പേടിയുള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇറക്കിയിട്ടില്ല. അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത് നല്ല സുന്ദരമായ കടൽ. ഏകദേശം സൺസെറ്റ് കാണുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞണ്ടുണ്ട്, മീനുണ്ട് എന്നൊക്കെ നമ്മുടെ നിവാൻ മോൻ അയാൻ മോനോട് പറഞ്ഞു കൊടുക്കുകയെന്ന്. കല്ലിൻ്റെ മേലെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസും എടുത്തു. അങ്ങനെ കടൽ കണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിൽ കുറവായിരുന്നു. നല്ല വെയിലുള്ള സമയത്ത് പിള്ളേരെയും കൂട്ടി വരാൻ പറ്റില്ല. അപ്പോൾ വെയിൽ കുറഞ്ഞ സമയത്തായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് എല്ലാം കാണാൻ പറ്റി. അപ്പോൾ നിവാൻ മോൻ പറഞ്ഞു, അമ്മ ചെറിയ ചെറിയ കല്ലെടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു കല്ലെടുത്ത് എറിഞ്ഞോ, ആരെയും തലേന്ന് എറിഞ്ഞ് പൊളിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റോഡിൻ്റെ ഇപ്പുറത്ത് ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ആ ഒരു സൈഡിൽ തോണി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഇറക്കിയതാണ്. കടലിൻ്റെ അടുക്കുന്ന കളിച്ചിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കയറും പിടിച്ച് ഊഞ്ഞാലാടുമായിരുന്നു നമ്മുടെ അയാൻ മോനും നിവാൻ മോനും. അങ്ങനെ പിള്ളേർ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ തൊട്ട് കടയുണ്ട്, അവിടെ പോയിട്ട് പിള്ളേർക്ക് വേണ്ടുന്ന ഫുഡും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ അവരവിടെ അതും പിടിച്ച് കളിയാണ്. പിന്നെ പറഞ്ഞ അമ്മയെ കുറച്ചും കൂടി നമുക്ക് അവിടെ ഇരുന്ന് കടൽ കാണാമെന്ന് വെച്ച് പിന്നെയും നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ഏച്ചിയൊക്കെ കൂടി കല്ലെറിഞ്ഞ് കളിക്കലാണ്. അവർക്ക് അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ല. ഇന്ന് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം കളിക്കാതെ കുറച്ച് കല്ലൊക്കെ പൊറുക്കി വലിയ കല്ലെടുത്ത് എറിയിട്ട് തന്നെ നമ്മുടെ അയാൻ മോൻ വലിയ കല്ലെടുത്ത് പിടിച്ചിട്ട് ഏച്ചി അത് കൊടുത്തില്ല, അതവിടെ ചാടിക്കളഞ്ഞു. അങ്ങനെ നിവാൻ മോൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. കണ്ട കല്ല് ഏത് എറിയൽ പവറിൽ എറിയട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ആഞ്ഞെറിയലാണ് നമ്മുടെ അയാൻ മോൻ. പിറകെ നിവാൻ മോനുണ്ട്, ഏച്ചിയുണ്ട്. അങ്ങനെ പിള്ളേരൊത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, അവിടത്തേക്ക് പോകുമെന്ന്. അപ്പോൾ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.